യേശുക്രിസ്തു വലിയവനാണെന്ന് സ്ഥാപിച്ച 5 മകങ്ങളാണ്. ഒന്ന്, അവൻ രാജാവാണ്, രാജാക്കന്മാരുടെ രാജാവ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവേ ജയ ജയ സ്തോത്രം. രണ്ടാമത്തെ പദം വലിയ പ്രവാചകനാണ്. അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. പേര് വിളിച്ച് സക്കായിയെ താഴിറക്കിയവൻ, ശമരിയാക്കാരിയുടെ ചരിത്രം വിളിച്ചോതിയവൻ. ഇങ്ങനെ മഹാപ്രവാചകനാണ്, വലിയ പ്രവാചകനാണ്. ആ പ്രവാചകനിലൂടെയാണ് സകല പ്രവചനങ്ങളും ഉളവായത്. ആ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് ജനിക്കുമെന്നൊരു പ്രവചനമുണ്ടായി. താൻ ജീവിച്ചിരുന്ന കാലയളവിൽ പ്രവചന ശബ്ദമുണ്ടായി. താൻ ജീവിച്ചു കഴിഞ്ഞ് ലോകത്തിന്റെ അവസാനം, ദൈവസഭയുടെ അവസാനം എന്തായിരിക്കുമെന്ന് യോഹന്നാനിലൂടെ പ്രവചനമുണ്ടായി. വലിയ പ്രവാചകൻ, ആമേൻ, സ്തോത്രം. അത് യേശുക്രിസ്തു. മൂന്നാമത്തെ പദം മഹാദൈവം എന്ന് തന്നെയാണ്. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായവൻ നമ്മുടെ മഹാദൈവം തന്നെയാണ്. ആ ദൈവത്തിന് തത്തുല്യമായി മറ്റാരുമില്ല, യേശുക്രിസ്തു മാത്രമാണ്. നാലാമത്തെ പദം മഹാപുരോഹിതനാണ്. എന്നേക്കും ഒരു വീണ്ടെടുപ്പ് സാധിപ്പാൻ അവൻ നമ്മുടെ ബലഹീനതയിൽ നമ്മോട് സഹതാപം കാണിക്കുന്നവൻ, അതുപോലെ പാപം ഇല്ലാത്തവൻ. അതാണ് നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകത. അഞ്ചാമത്തെ പദം അവൻ വലിയ ഇടയനാണ്. ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്ത വലിയ ഇടയൻ. ഇടയന്മാർ ഒരുപാട് പേരുണ്ടെങ്കിലും വലിയ ഇടയൻ അവൻ മാത്രം.